റിച്ചാർഡ് റോർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്: മനുഷ്യൻ ജീവിതത്തിൽ വളരെയേറെ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം അവൻ്റെ കണ്ടെയ്നർ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയാണ്. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പാത്രം കണ്ടെയ്നറാണ്. പലപ്പോഴും ഈ ഫോക്കസിൽ, ഈ കണ്ടെയ്നർ അത് നല്ല മനോഹരമാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ജീവിതത്തിൽ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ ആ കണ്ടെയ്നറിൽ നിറയ്ക്കേണ്ട കണ്ടൻറ്റ്, അതിൻ്റെ ഉള്ളടക്കം, അതിൽ നിറയ്ക്കുന്ന സാധനം, ആ കണ്ടൻറ്റ്, നല്ല കണ്ടൻറ്റ് നിറയ്ക്കാനായിട്ട് മനുഷ്യൻ പലപ്പോഴും മറന്നുപോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന കാര്യം, ഈ നമ്മുടെ ജീവിതത്തിലെ കണ്ടെയ്നറുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, അത് നമ്മുടെ ഒരു കണ്ടെയ്നറാണ്. അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് പേര് ഫിറ്റ്നസ്, അല്ലേ, ബോഡിയുടെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ജിമ്മിലൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം, ആ കണ്ടെയ്നർ, അത് മനോഹരമായിട്ട് നല്ല ആരോഗ്യമുള്ളതാക്കി മാറ്റാനായിട്ട് ഫോക്കസ് ചെയ്യുന്നവരാണ് നമ്മൾ. നല്ലൊരു ജോലി, അതൊരു കണ്ടെയ്നറാണ്. അതുപോലെ എല്ലാ സൗകര്യങ്ങളുമുള്ളൊരു വീട് പണിയുക, അതൊരു കണ്ടെയ്നർ പണിയുക എന്നുള്ളത് കണക്കാണ്. അല്ലെങ്കിൽ ബാങ്കിൽ നല്ല ബാലൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ലൊരു കുടുംബം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ, മനുഷ്യരുടെ കണ്ടെയ്നേഴ്സാണ്, ഒരു പാത്രം പോലെ. അപ്പോൾ ഇതൊക്കെ മനോഹരമാക്കാനായിട്ട്, ഏറ്റവും നല്ലതാക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ ഇതിലൊക്കെ നമ്മൾ എന്തോരം ഫോക്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ദൈവം ചോദിക്കുന്നൊരു ചോദ്യം, ഈ കണ്ടെയ്നർ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മോശമായ കാര്യങ്ങളല്ല, നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് മനോഹരമാക്കി മാറ്റണം, യാതൊരു സംശയവുമില്ല. അതിനുള്ള ശ്രമം നമ്മൾ നടത്തണം. പക്ഷെ ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ കണ്ടെയ്നർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനോഹരമാക്കാൻ ശ്രമിക്കുമ്പോൾ ആ കണ്ടെയ്നറിൽ നിറയ്ക്കുന്ന കണ്ടൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ അത് നേരാം വണ്ണം ശരിയായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ നിറയ്ക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട്. ഇന്നെന്താണ് പ്രത്യേകത? ഇന്നത്തെ ദിവസത്തിൻ്റെ ആരുടെ തിരുനാളാണ്? എന്ത് തിരുനാളാണ്? സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ജനിച്ച കുഞ്ഞിനെ പേരിടാനായിട്ട് ആളുകളൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. അവരുടെ ഫോക്കസ് എവിടേക്കാണ്? അവരുടെ ഫോക്കസ് കുടുംബം, ആ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിനനുസരിച്ച് പേരിടുക, ഇങ്ങനെയുള്ള ഈ കണ്ടെയ്നറിലാണ് അവരുടെ ഫോക്കസ് മുഴുവൻ. പക്ഷേ ഈ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ദൈവം എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ദൈവം ഫോക്കസ് ചെയ്യുന്നത് ഈ കണ്ടെയ്നറിലല്ല, ഈ പാരമ്പര്യം, കുടുംബമഹിമ, അങ്ങനെയുള്ള കണ്ടെയ്നറിലൊന്നുമല്ല ദൈവം ഫോക്കസ് ചെയ്യുന്നത്. ദൈവം ഫോക്കസ് ചെയ്യുന്നത് ഈ കുഞ്ഞിൻ്റെ വിളി എന്താണ്, അതാണ് കണ്ടന്റ്. ഈ കുഞ്ഞിൻ്റെ വിളി എന്താണ്, ഈ കുഞ്ഞിൻ്റെ ദൗത്യം എന്താണ്, ഈ കുഞ്ഞിൽ നിറയേണ്ടുന്ന കൃപ എന്താണ്, ഇതിനെപ്പറ്റിയാണ് ദൈവം അവിടെ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറുകളൊക്കെ മനോഹരമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് നല്ലതാണ്, നല്ല കാര്യമാണ്. പക്ഷേ അതിലെന്ത് കണ്ടന്റ് കൊണ്ടാണ് നമ്മൾ നിറയ്ക്കുന്നത് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കുക പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നർ, നമുക്ക് വേണമെങ്കിൽ ഒരു ചായ കപ്പ്, ആ കപ്പിനകത്ത്, കപ്പ് മനോഹരമായ കപ്പായിരിക്കും, പക്ഷെ ആ കപ്പിൻ്റെ അകത്തേക്ക് നമ്മൾ മലിനജലം ഒഴിച്ചു വെച്ചാൽ ആ കണ്ടെയ്നറിനൊരു വിലയില്ലാതെയാവും. എത്ര മനോഹരമാണെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് എന്താണ്? മലിനജലമാണ്, അല്ലെങ്കിൽ വിഷം ഒഴിച്ചു വെച്ചു, എന്ത് വിലയാണ് അതിനുള്ളത്? നേരെ മറിച്ച് നമ്മളൊക്കെ മഷിക്കുപ്പികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണ്. ഒരു മഷിക്കുപ്പി, പൊട്ടിയ ഒരു മഷിക്കുപ്പി, പണ്ട് കാലത്തൊക്കെ, ഇപ്പം ഇന്നധികം മഷിക്കുപ്പിയൊന്നുമില്ല. ആ മഷിക്കുപ്പിയിൽ, പൊട്ടിയ മഷിക്കുപ്പിയാണ്, ഒരു ഉപയോഗമില്ല എന്ന് നമുക്ക് തോന്നും, അത് കണ്ടെയ്നറാണ്. പക്ഷെ അതിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് അതിൽ നല്ല ഒരു പൂവ് നമ്മൾ കുത്തിവെച്ചാൽ ആ പൊട്ടിയ മഷിക്കുപ്പിയും മനോഹരമായിട്ടുള്ളൊരു പൂപ്പാത്രമായിട്ട് മാറും. കണ്ടന്റ് എന്താണ്?
മനോഹരമായിട്ടുള്ള ചെടി, മനോഹരമായിട്ടുള്ള ഒരു പൂവ്, പുഷ്പം. ആ പുഷ്പം, അതിൻ്റെ കണ്ടൻറ്റ് കണ്ടെയ്നറിന് തന്നെ വലിയ വില നൽകുന്ന, പൊട്ടിപ്പോയതിന് പോലും വില നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ്, ഇമേജറിയാണ് അത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം ഈ കണ്ടൻറ്റും കണ്ടെയ്നറും വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു ഉദാഹരണം അപ്പൻ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയ ആളാണ്. അതുകൊണ്ട് എനിക്ക് മകൻ ജനിച്ചപ്പോൾ ആ മകൻ ഒരു ബുദ്ധിമുട്ടും അറിയാതിരിക്കാൻ അവൻ ചോദിക്കുന്നത് മുഴുവൻ ഞാൻ അവന് വാങ്ങിക്കൊടുത്തു. അവന് സൈക്കിൾ വേണമെന്ന് പറഞ്ഞപ്പോൾ സൈക്കിൾ വാങ്ങിക്കൊടുത്തു, മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു, കോളേജിലായി കഴിഞ്ഞപ്പോൾ ബൈക്ക് വേണമെന്ന് പറഞ്ഞു ബൈക്ക് വാങ്ങിക്കൊടുത്തു. അതൊക്കെ കണ്ടെയ്നറാണ് അല്ലേ? ബൈക്കും എല്ലാ സൗകര്യങ്ങളും, ബൈക്കും ഐഫോണും അങ്ങനെ എന്ത് സാധനങ്ങൾ കണ്ടെയ്നർ ഒക്കെ അവന് കിട്ടി. പക്ഷേ മകൻ ഇന്ന് മയക്കുമരുന്നിന് അടിമയാണ്. അവൻ്റെ കണ്ടൻറ്റ്, അവനൊരു ജീവിത ദർശനം നൽകാനായിട്ട് അപ്പന് സാധിച്ചില്ല എന്നുള്ളതാണ്. കണ്ടെയ്നറൊക്കെ ഉണ്ട്, മനോഹരമാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ കണ്ടന്റ് ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെയാണ് ഒരു അമ്മ പറയുകയാണ്, എൻ്റെ മകൻ വളരെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടറാണ്, വലിയ ഡോക്ടറാണ്. ആ ആശുപത്രിയിലെ നേഴ്സ് പറയുന്ന എന്താണ്, വലിയ ഡോക്ടറൊക്കെയാണ്, പക്ഷേ പേഷ്യൻസിനോട് യാതൊരു കരുണയുമില്ല. ഡോക്ടർ എന്ന നല്ല പദവിയുണ്ട്, കണ്ടെയ്നറാണ്, മനോഹരമാണ് നോക്കുമ്പോൾ. പക്ഷേ കണ്ടന്റ് എന്താണ്? ഒട്ടും കരുണയില്ലാത്ത ഒരു ഡോക്ടർ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ കണ്ടെയ്നറുകൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, അതൊക്കെ ചിലപ്പോൾ വളരെ മനോഹരമായിരിക്കും. പക്ഷെ കണ്ടന്റ് എന്താണ്? എൻ്റെ ഉള്ളിൽ ഞാൻ നിറയ്ക്കുന്നത്, എൻ്റെ മനോഹരമായിട്ടുള്ള ഈ പുറംപൂച്ചകളുടെ ഉള്ളിൽ ഞാൻ നിറയ്ക്കുന്ന കണ്ടന്റ് ദൈവത്തിന് പ്രീതികരമായിട്ടുള്ളതാണോ? അതാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടുന്നത്. അങ്ങനെ കുറവുകളുണ്ടെങ്കിൽ, എൻ്റെ കണ്ടന്റ് ശരിയല്ലെങ്കിൽ, നല്ല കണ്ടന്റ് കൊണ്ട് എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, യേശുവിൻ്റെ മൂല്യങ്ങൾ കൊണ്ട്, യേശുവിൻ്റെ മനോഭാവങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ നിറച്ചു കഴിയുമ്പോഴാണ് ഒരുപക്ഷെ പുറത്ത് അത്രമേൽ മനോഹരമല്ലാത്ത കണ്ടെയ്നറാണ് എൻ്റെ വീടോ, എൻ്റെ ജോലിയോ, എൻ്റെ സമ്പത്തോ, എൻ്റെ ആരോഗ്യമോ ഒക്കെ എനിക്ക് കുറവാണെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ കൂടി അകത്ത് ഈ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും അവിടുത്തെ കാരുണ്യവും ജീവിത മനോഭാവങ്ങളും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ടെയ്നർ, കുറവുകളുള്ള കണ്ടെയ്നർ പോലും ആ പൊട്ടിയ മഷിക്കുപ്പി മനോഹരമായി പൂപാത്രമാകുന്നത് പോലെ മനോഹരമായിട്ടുള്ള ഒന്നായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ മാറും എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം.